നമസ്കാരം. ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് കേരളം എന്നാണ് പറയുന്നത്. പരശു അഥവാ മഴു കടലിലേക്ക് എറിഞ്ഞ് പരശുരാമൻ വീണ്ടെടുത്ത സ്ഥലമാണ് കേരളമെന്ന് പുരാണങ്ങളിൽ പരാമർശിക്കുന്നു. ഇടത് സൈദ്ധാന്തികനും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനും മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വിസിയുമായ ഡോക്ടർ രാജൻ ഗുരുക്കൾ ഇത് സംബന്ധിച്ച് നടത്തിയ പരാമർശം ശ്രദ്ധേയമാണ്. മനുഷ്യരൂപത്തിലുള്ള ദൈവമാണ് പരശുരാമൻ എന്നാണ് രാജൻ ഗുരുക്കൾ അഭിപ്രായപ്പെടുന്നത്. പരശുരാമൻ അവതാരത്തിൽപ്പെട്ടതാണ്. മനുഷ്യരൂപത്തിലുള്ള ദൈവമാണ് പരശുരാമൻ. മനുഷ്യരൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ലെജൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. മഴുവെറിഞ്ഞ് വരുണനിൽ നിന്ന് ഭൂമി വീണ്ടെടുത്തതും ബ്രാഹ്മണരെ കൊണ്ടുവന്ന് 64 ഗ്രാമങ്ങളിൽ താമസിപ്പിച്ചതും ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട്. ബ്രാഹ്മണർ കേരളത്തിൽ വന്നത് ചരിത്രത്തിലുള്ള കാര്യമാണ്. ആദ്യം കേരളത്തിലേക്ക് വന്ന ബ്രാഹ്മണന്റെ ഇവിടെയുള്ളവർ തുരത്തി ഓടിക്കുകയായിരുന്നു. പിന്നീട് ആയുധങ്ങളുമായി എത്തിയാണ് അവരെ കീഴ്പ്പെടുത്തി വാഴും നമ്പിമാരായി ബ്രാഹ്മണർ മാറിയത്. കേരളത്തിലെ നമ്പൂതിരിമാർക്ക് ഒരു രാജാവിനോടും കടപ്പാടില്ലായിരുന്നു. രാജവാഴ്ച ഇല്ലാതിരുന്ന ഘട്ടമായതിനാൽ ഇവിടുത്തെ ഗോത്രവർഗ്ഗങ്ങളെ അടിച്ചൊതുക്കി നമ്പൂതിരിമാർ സ്വയം ഭരണമുണ്ടാക്കിയ ആൾക്കാരാണെന്നും രാജൻ ഗുരുക്കൾ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നിലവാരവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ രാജൻ ഗുരുക്കൾ നടത്തിയ പ്രതികരണം വിവാദമായിരുന്നു. ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലാണ് കേരളത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നിലവാരം സംബന്ധിച്ച് രാജൻ ഗുരുക്കൾ ചില പരാമർശങ്ങൾ നടത്തിയത്. വിദ്യാർത്ഥികൾ സ്വയം പഠിക്കുന്നില്ലെന്നും സ്പൂൺ ഫീഡിങ്ങിലൂടെ അവർ മണ്ണുണ്ണികളായി മാറുന്നു എന്നും രാജൻ ഗുരുക്കൾ പറഞ്ഞിരുന്നു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ രാജൻ ഗുരുക്കൾക്കെതിരെ ഇടത് സംഘടന അടക്കം നേരത്തെ രംഗത്ത് വന്നിരുന്നു. രാജൻ ഗുരുക്കൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അപകീർത്തിപ്പെടുത്തുന്നു എന്ന് AKPCTA ആരോപിച്ചു. ഒരു മാസികയിൽ വന്ന ഇദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലെ പരാമർശത്തിനുള്ള മറുപടിയായിട്ടാണ് AKPCTA അദ്ദേഹത്തിനെതിരെ വിമർശനമുന്നയിച്ചത്. 4 വർഷ ബിരുദം വരാനിരിക്കെയുള്ള പരാമർശം ദൗർഭാഗ്യകരമാണെന്നും AKPCTA വ്യക്തമാക്കി. സ്പൂൺ ഫീഡിങ്ങിലൂടെ മണ്ണുണ്ണികളായ വിദ്യാർത്ഥികളാണ് പിന്നീട് അധ്യാപകരാകുന്നത് എന്നായിരുന്നു രാജൻ ഗുരുക്കളുടെ പരാമർശം. പ്രസ്താവന ഉന്നത വിദ്യാഭ്യാസ മേഖല സങ്കീർണമെന്ന് വരുത്തി തീർക്കുന്നവരെ സഹായിക്കുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വൈസ് ചെയർമാൻ പിന്തിരിയണമെന്നും AKPCTA വ്യക്തമാക്കുന്നു. നേരത്തെ KPCTAയും രാജൻ ഗുരുക്കൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അപമാനിച്ച ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ചുമതലയുള്ള ഡോക്ടർ രാജൻ ഗുരുക്കൾ മാപ്പ് പറയണമെന്ന് KPCTA ആവശ്യപ്പെട്ടു. കേരളത്തിലെ വിദ്യാഭ്യാസം മണ്ണുണ്ണികളാക്കുമെന്നും അവരിൽ നിന്ന് വരുന്ന അധ്യാപകരും അതുപോലെയാകുമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും വരേണ്യ ബോധവും വിളിച്ചോതുന്നതായി എന്നും സംഘടന കുറ്റപ്പെടുത്തി. ലോകത്തെമ്പാടുമുള്ള സമർത്ഥരായ മലയാളികൾ ഈ വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനയാണെന്ന് രാജൻ ഗുരുക്കൾ മറക്കരുത്. ഈ പ്രക്രിയയിൽ പുച്ഛമുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ജോലി ചെയ്ത വകയിൽ പറ്റിയ ശമ്പളം തിരിച്ചടയ്ക്കണമെന്നും കേരള ജനതയെ അപമാനിക്കുന്നത് നിർത്തണമെന്നും സംഘടന പ്രസ്താവനയിലൂടെ നേരത്തെ അറിയിച്ചിരുന്നു.